നമ്മുടെ മനസ്സ് നമുക്ക് സ്വന്തമാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ മനസ്സ് തനിയെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയും. അതിന് പറയുന്നത് സെൽഫ് ബ്രെയിൻ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ബ്രെയിനും നമ്മൾക്ക് അനുകൂലമായിട്ട് വരും. പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുക. എന്നാൽ ട്രെയിനിങ് കൊടുക്കാത്ത മനസ്സ് അത് വികലമായ രീതിയിൽ പല വഴികളിലേക്ക് പായുവാൻ തുടങ്ങും. അപ്പോൾ സെൽഫ് ബ്രെയിൻ വാഷിലൂടെ നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സെൽഫ് ബ്രെയിൻ വാഷ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കിയെടുക്കാനും മനസ്സിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മനസ്സിനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരിച്ചുവിടുവാനും നിങ്ങൾക്ക് കഴിയും. മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ചിന്തിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ സന്തോഷവാനാണ്, എൻ്റെ മനസ്സ് ശാന്തമാണ്, എൻ്റെ ഓരോ ദിവസവും പുരോഗമനം ആർജിച്ചു വരികയാണ്, എൻ്റെ ചിന്തകൾ എനിക്ക് അനുകൂലമായി വരികയാണ്, ഞാൻ പോസിറ്റീവായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എനർജറ്റിക്കാണ്, ഈ പ്രപഞ്ചം എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ എന്നെ സഹായിക്കും, ഞാൻ എല്ലാ കാര്യങ്ങളെയും സധൈര്യം നേരിടും, എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും, നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, എൻ്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും എൻ്റെ ജീവിതത്തിലേക്ക് നന്മകൾ വരുന്നതിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഭാവി സന്തോഷകരമായി തീരും, ഓരോ സാഹചര്യങ്ങളെയും ഞാൻ സധൈര്യം നേരിടും, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കും, ഞാൻ എൻ്റെ ജീവിതം ആസ്വാദകരമാക്കി മാറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിനെ സ്വയം ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നത്. നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെൽഫ് കൺട്രോൾ ആണ്. അത് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ സെൽഫ് കൺട്രോൾ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ പറ്റി ഗോസിപ്പുകൾ പറയാതിരിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ കരിയർ മോശമാണോ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ മോശമാണോ, അതെല്ലാം ഡെവലപ്പാക്കി എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മനസ്സിന് കൺട്രോളിംഗ് പവർ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഗോസിപ്പുകൾ പറയാതിരിക്കുന്നതോടൊപ്പം തന്നെ ടോക്കറ്റീവ് ആകാതിരിക്കാൻ ശ്രമിക്കുക. എന്താണ് ടോക്കറ്റീവ്? അധികം സംസാരിക്കുന്ന രീതി ഒഴിവാക്കുക എന്നുള്ളതാണ്. മിതമായി സംസാരിക്കുക എന്നുള്ളതാണ്. കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുക എന്നുള്ളതാണ്. അവസരത്തിനൊത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സംസാര രീതി കൺട്രോൾ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ മനസ്സ് ശാന്തതയിലേക്ക് പോകുന്നത് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് മൈൻഡായിരിക്കുവാൻ ശ്രമിക്കുക. നെഗറ്റിവിറ്റി ഒരിക്കലും ലൈഫിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും നെഗറ്റിവിറ്റി വരാൻ പാടില്ല. നിങ്ങളൊരു ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിയായിരിക്കണം. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഏത് സ്ട്രഗിളിംഗ് പോയിന്റിനെ മറികടക്കാൻ കഴിയുമെന്നും ഏത് കാര്യങ്ങളും എനിക്ക് ചെയ്ത് തീർക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ ആ കാര്യം ചെയ്ത് കഴിഞ്ഞു തീരുമ്പോൾ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ഞാൻ എങ്ങനെ ഇത് ചെയ്തു, ഹൗ ഐ ഡു, ഞാൻ എങ്ങനെ ഇത് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു മജീഷ്യനാണ്, ഒരു മാന്ത്രിക പവറുള്ളൊരു വ്യക്തി തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ കൈയെത്തിച്ച് പിടിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. എങ്ങനെയാണ്? സെൽഫ് ബ്രെയിൻ വാഷിലൂടെയാണ് അത് ചെയ്യേണ്ടത്. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.